കരിങ്കടലിലെ തന്ത്രപ്രധാനമായ മേഖലകളിൽ ഈ ആഴ്ച മാത്രം റഷ്യൻ കപ്പലുകൾക്ക് നേരെ യുക്രൈൻ നടത്തിയത് രണ്ടാമത്തെ ആക്രമണമാണ്. മറുവശത്ത് റഷ്യൻ ഹൈപ്പർസോണിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ജർമ്മനി ഇസ്രയേലിന്റെ അത്യാധുനിക സംവിധാനം വിന്യസിച്ചിരിക്കുന്നു. ഈ നീക്കങ്ങൾ യൂറോപ്പ് റഷ്യയുമായി ഒരു തുറന്ന യുദ്ധത്തിനായി പതുക്കെ തയ്യാറെടുക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. വിശദാംശങ്ങളിലേക്ക് കടക്കാം. യുക്രൈന്റെ നേവൽ ഡ്രോൺ ആക്രമണങ്ങൾ കരിങ്കടലിൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരം നീക്കങ്ങൾ മറ്റു രാജ്യങ്ങളുടെ കപ്പൽ ഗതാഗതത്തിനും ഭീഷണിയാകുന്നുണ്ട്. എന്നാൽ ഉക്രൈൻ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് പാശ്ചാത്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് എന്നതിൽ സംശയമില്ല. അതേസമയം പാശ്ചാത്യൻ നിലപാടുകളാവട്ടെ പൂർണ്ണമായും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയനിലെ മുൻനിര രാജ്യങ്ങളുടെയും നയങ്ങളെ ആശ്രയിച്ചിരിക്കുകയാണ്. എന്നാൽ പ്രധാന പ്രാദേശിക ശക്തിയായ തുർക്കിയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് എതിരെ ഉക്രൈൻ സേന നടത്തിയ ആക്രമണങ്ങൾ, സൈനിക നടപടികൾ ഇതിനോടകം തന്നെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. ഇത് മേഖലാ രാഷ്ട്രീയത്തിൽ കൂടുതൽ സങ്കീർണതകൾ സൃഷ്ടിക്കുകയാണ്. കരിങ്കടലിലെ സംഘർഷം ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് യൂറോപ്പിൽ നിർണായകമായ പ്രതിരോധ നീക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജർമ്മനി ഔദ്യോഗികമായി ഇസ്രയേലിന്റെ ആരോ 3 വ്യോമ പ്രതിരോധ സംവിധാനം വിന്യസിച്ചിരിക്കുകയാണ്. റഷ്യയുടെ ഒറോഷ്നിക് ഹൈപ്പർസോണിക് മിസൈലുകളെ പോലും തടയാൻ ശേഷിയുള്ളതാണ് ഈ സംവിധാനമെന്നാണ് ജർമ്മനി അവകാശപ്പെടുന്നത്. ഈ നീക്കത്തെ രാഷ്ട്രീയ നിരീക്ഷകർ വളരെ ഗൗരവമായാണ് കാണുന്നത്. യൂറോപ്പിന്റെ അനുവാദമില്ലാതെ ഇത്രയും വലിയൊരു പ്രതിരോധ വിന്യാസം സാധ്യമല്ല. കരിങ്കടലിൽ കപ്പലുകൾക്കെതിരെയുള്ള നീക്കങ്ങളും ഈ വ്യോമ പ്രതിരോധ വിന്യാസവും ചേരുമ്പോൾ യൂറോപ്പ് റഷ്യയുമായി ഒരു യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടോ എന്നതിന്റെ സൂചനയാണത്. ഇത്തരം ഒരു യുദ്ധം യൂറോപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ റഷ്യ അതിന് സജ്ജമാണ് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തിരുന്നു. ജർമ്മനിയുടെ ആരോ 3 വിന്യാസം ഈ സംശയങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ്. ഈ വിഷയത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു ഘടകം ഇസ്രയേലിന്റെ പങ്കാണ്. ജർമ്മനിക്ക് ഇസ്രയേൽ പ്രതിരോധ സംവിധാനം നൽകാനുള്ള കാരണം എന്തായിരിക്കും? റഷ്യ അവരുടെ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ യുദ്ധവിമാനങ്ങളും ഇസ്രായേലിനെതിരെ ഉപയോഗിക്കുന്നതിനായി ഇറാൻ എന്ന രാജ്യത്തിന് നൽകിയിരുന്നു. ഇതിനുള്ള മറുപടി എന്ന നിലയിലാണ് ഇസ്രായേൽ തങ്ങളുടെ മികച്ച പ്രതിരോധ സംവിധാനമായ ആരോ 3 ജർമ്മനിക്ക് നൽകിയിരിക്കുന്നത്. ഇത് റഷ്യയെ പ്രതിരോധിക്കാൻ യൂറോപ്പിനെ സഹായിക്കുന്നതിലൂടെ പരോക്ഷമായി ഇസ്രായേൽ റഷ്യയുടെ ഇറാനോടുള്ള സമീപനത്തിന് മറുപടി നൽകുകയാണ്. ഇതേസമയം അമേരിക്ക നടത്തുന്ന പല സമാധാന ചർച്ചകളെയും സംശയത്തോടെയാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. വരാനിരിക്കുന്ന ഒരു യുദ്ധത്തിന് മറപിടിക്കാനും ലോകരാജ്യങ്ങളെ കബളിപ്പിക്കാനുമുള്ള സൂചനകളായി ഇതിനെ കാണാൻ സാധിക്കുമെന്നാണ് ചില ആളുകൾ വിലയിരുത്തുന്നത്. അതിന് ചരിത്രപരമായ ഒരു ഉദാഹരണമാണ് ഇറാനുമായി അമേരിക്ക നടത്തിയ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയായിരുന്നു ഇറാന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണം. സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ പിന്നിൽ യുദ്ധതന്ത്രങ്ങൾ മെനയുന്നു എന്നതിന് തെളിവായി ഈ സംഭവം വിലയിരുത്തപ്പെടുന്നു. നിലവിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ഓരോ നയതന്ത്ര നീക്കങ്ങളെയും അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ കരിങ്കടലിലെ ആക്രമണങ്ങൾ, ജർമ്മനിയുടെ ആരോ 3 വിന്യാസം, ഇസ്രയേൽ റഷ്യയുടെ താൽപര്യ സംഘർഷം, അമേരിക്കയുടെ സമാധാന ചർച്ചകളിലെ ദുരൂഹത എന്നിവയെല്ലാം അന്താരാഷ്ട്ര സമൂഹം വലിയൊരു വഴിത്തിരിവിലേക്കാണ് നീങ്ങുന്നത് എന്ന സൂചനയാണ് നൽകുന്നത്. ഈ സംഭവ വികാസങ്ങൾ ലോകരാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.